നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം നൽകിയ വേദനകൾക്ക് പിന്നാലെ മലയാളി കുടുംബത്തിന്റെ ദുരന്തം UAE-യിലെ പ്രവാസി ഇന്ത്യക്കാരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൌണും കർശന നിയന്ത്രണങ്ങളും നൽകിയ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളികൾ സമയം ചെലവഴിക്കാൻ പുറത്തേക്കിറങ്ങുന്നത്. ഇത്തരത്തിൽ സായാഹ്നം ചെലവഴിക്കാൻ ഷാർജ അജ്മാൻ അതിർത്തിയിലെ പുതുതായി തുറന്ന അൽഹീറ ബീച്ചിലെത്തിയ കോഴിക്കോട് ബാലുശ്ശേരി ഈയാട് താഴേച്ചന്തം കണ്ടിയിൽ ഇസ്മായിൽ, മകൾ അമൽ ഇസ്മായിൽ എന്നിവർ ബുധനാഴ്ച വൈകിട്ട് 5-ന് കടലിൽ മുങ്ങിമരിക്കുകയായിരുന്നു. ഇസ്മായിലിന്റെയും സഹോദരന്റെയും കുടുംബങ്ങൾ ഒന്നിച്ചായിരുന്നു ബീച്ചിലെത്തിയത്. ഇവർ സംസാരിച്ചിരുന്നപ്പോൾ 5 കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കുട്ടികളെല്ലാവരും ഒഴുക്കിൽപ്പെടുകയും അവരെ രക്ഷിക്കാൻ ഇസ്മായിൽ മുന്നിട്ടിറങ്ങുകയുമായിരുന്നു. ഇസ്മായിലിന്റെ 3 മക്കളും സഹോദരന്റെ 2 കുട്ടികളുമാണ് ശക്തമായ തിരയിൽപ്പെട്ടത്. 4 കുട്ടികളെയും ആദ്യ ശ്രമത്തിൽ തന്നെ ഇസ്മായിൽ രക്ഷപ്പെടുത്തിയെങ്കിലും മൂത്ത മകൾ അമാലിനെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇസ്മായിൽ വീണ്ടും കടലിലേക്ക് ചാടി അമലിനെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും 2 പേരും ശക്തമായ ചുഴിയിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. ബാക്കിയുള്ളവർക്ക് കരയിലിരുന്ന് നിലവിളിക്കുവാനേ സാധിച്ചിരുന്നുള്ളൂ. വിവരം ലഭിച്ചതനുസരിച്ച് രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി 30 മിനിറ്റിനകം ഇസ്മായിലിനെ കരക്കെത്തിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു. തുടർന്ന് അമലിന്റെ മൃതദേഹവും സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെടുത്തു. വർഷങ്ങളായി ദുബായിൽ താമസിക്കുന്ന ഇസ്മായിൽ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൺട്രോളറായി ജോലി ചെയ്യുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബം അവധി ആഘോഷിക്കാനാണ് ഒരാഴ്ച മുമ്പ് സന്ദർശക വിസയിൽ ദുബായിലെത്തിയത്. ഇസ്മായിലിന് ഭാര്യയും അമലിനെയും കൂടാതെ 8, 14 വയസ്സുള്ള 2 പെൺകുട്ടികളുമുണ്ട്. നേരത്തെ UAE-യിൽ ഉണ്ടായിരുന്ന കുടുംബത്തെ 1.5 വർഷം മുമ്പാണ് നാട്ടിലേക്ക് അയച്ചത്. ഭാര്യ നേരത്തെ ഇവിടെ അധ്യാപികയായിരുന്നു. കുവൈറ്റി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടന്നുവരുന്നതായി അധികൃതർ വ്യക്തമാക്കി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതായും ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം കടലിൽ കുളിക്കാനിറങ്ങുന്നവർ പ്രത്യേകിച്ച് തണുപ്പുകാലത്ത് ഏറെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് പറഞ്ഞു. കടൽ പ്രക്ഷുബ്ധമാണോ എന്ന് നിരീക്ഷിക്കാൻ സംഘത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാന വാർത്തകൾക്കനുസരിച്ച് വേണം ബീച്ച് സന്ദർശനം നടത്താൻ. അപകട മേഖലയായി ഒപ്പം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇവിടേക്കൊരിക്കലും അടുക്കരുത് എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.